മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സവോള പച്ചടിയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. സംസാരം ടിവിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ബീട്രൂട്ട് പച്ചടി, കപ്പളങ്ങ പച്ചടി, അതുപോലെ തന്നെ കുമ്പളങ്ങ പച്ചടി, വെള്ളരിക്ക പച്ചടി ഒക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം 3 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന സവോള പച്ചടിയാണ് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത്. അതിനുള്ള കുറച്ച് സാധനങ്ങൾ മതി ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുകയല്ലേ. ഓക്കെ, നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ചട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ സവോള കൊത്തി അരിഞ്ഞ് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു 6 പച്ചമുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചിലപ്പം എരിവ് കൂടിയതും കുറഞ്ഞതും ഉണ്ടാവും. അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞങ്ങളിവിടെ 6 എണ്ണം ഉണ്ട്. അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ പച്ചടിക്ക് ആവശ്യമായ തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങയാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ പച്ചക്കടുക് അരച്ചാണ് നന്നായിട്ട്. ഇനിയിപ്പോൾ അത് വെള്ളം ചേർക്കണ്ട, നമ്മൾ ഉപയോഗിക്കുന്ന തൈര് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ തൈര് തന്നെ ഒഴിച്ച് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. 2 ചെറിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി അരയ്ക്കുന്ന സമയത്ത്. അപ്പം വെള്ളം ചേർക്കാതെ തൈര് തന്നെ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. നമുക്കതും കൂടി ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള തൈരാണ്. ഒരു 1/2 കപ്പ് തൈരുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചടിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടത്തിൽ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കൂടിയോ നോക്കാം. ആവശ്യമെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് സവോള അടുപ്പത്ത് വെച്ച് വേവിക്കുന്നൊന്നുമില്ല. ഇനി നമ്മളിത് എടുത്തു വെച്ച ശേഷം നമ്മൾ അല്പം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്കിനി അല്പം കടുക് താളിച്ചൊഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. 2 ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫാക്കാം. ഇനി നമുക്ക് ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് വെള്ളങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സവോളയുടെ വെള്ളം തന്നെ ഇതിലോട്ട് ഇറങ്ങിക്കോളും. പിന്നെ സവോള ചെറുതായിട്ട് അരിയണം. നമ്മൾ വേവിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അഥവാ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.